ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കുന്നത് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആണ്. മോഡേൺ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷനിലെ മോഡൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിലെ ഏതൊക്കെയാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ചെയ്യണേന്ന്. ഫസ്റ്റാണ് അതിൽ പറയുന്നത് ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ബാങ്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? ഇമ്പോർട്ടർ, അതായത് എക്സ്പോർട്ടർ റിക്വസ്റ്റ് ചെയ്യും. എക്സ്പോർട്ടർ ആരാ? നമുക്ക് എന്താ പറയുക, നമ്മൾ ഇന്ത്യയിലേക്ക് ഇപ്പോൾ ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ടർ ആരായിരിക്കും? ചൈന. ഇമ്പോർട്ടർ ആരാണ്? ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലത്തെ കമ്പനിയോട് ചൈനയിലത്തെ കമ്പനി പറയും, നിങ്ങൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വേണമെന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും റെഡി ക്യാഷിന് സാധാരണ ക്രെഡിറ്റിനാണ് കൂടുതലും ബിസിനസ് നടക്കുക. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ ചൈനയിലത്തെ കമ്പനിക്ക് അറിയില്ലല്ലോ ഇന്ത്യയിലത്തെ ഈ കമ്പനി എത്രത്തോളം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഫിനാൻഷ്യലി അതായത് ലെറ്റർ ഓഫ് ക്രെഡിറ്റിലൂടെയാണ് അവർക്ക് ബാങ്ക് ഒരു അഷുറൻസ് കൊടുക്കുകയാണ്, ഈ കമ്പനി ക്രെഡിറ്റ് വർത്തിനെസ്സുള്ള കമ്പനിയാണ്, അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്തോളാം എന്നാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറയുന്നത്. അപ്പോൾ ബാങ്കാണത് ഇഷ്യൂ ചെയ്യുക. അത് റിക്വസ്റ്റ് ചെയ്യുന്നത് എക്സ്പോർട്ടറാണ്. ആർക്ക് വേണ്ടി ചെയ്യുന്നത്? ഇമ്പോർട്ടർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യും. പിന്നെ ഇഷ്യൂ ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ്, ട്രാവലേഴ്സ് ചെക്ക്, ഗിഫ്റ്റ് ചെക്ക് കൊടുക്കും. അത് അങ്ങനത്തെ ഒരു സർവീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ലോക്കർ ഫെസിലിറ്റീസ്, നമ്മളെ വാല്യുബിൾസൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ റെൻറ്റിൽ ബാങ്ക് ലോക്കർ ഫെസിലിറ്റി കൊടുക്കാറുണ്ട്. അതുപോലെ ചില സമയങ്ങളിൽ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ റെഫറൻസ് കൊടുക്കാറുണ്ട്. റെഫറൻസ് ചോദിക്കുക. നമ്മളിപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ബയോഡാറ്റയിൽ റെഫറൻസ് എഴുതാൻ പറയും. അപ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാൾക്കാണ് റെഫറൻസ് എഴുതേണ്ടത് പറയും, ആരാണ് നിങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടത്. അതുപോലെ റെഫറൻസിന് വേണ്ടിയുള്ള ഫെസിലിറ്റി ചെയ്ത് കൊടുക്കാറുണ്ട്. അണ്ടർ റൈറ്റ് ചെയ്യാറുണ്ട്. ഷെയർസൊക്കെ ഡിബഞ്ചേഴ്സും ഒക്കെ അണ്ടർ റൈറ്റ് ചെയ്യാറുണ്ട്. അണ്ടർ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ആരും വാങ്ങിച്ചില്ലെങ്കിൽ, പബ്ലിക് ആരും വാങ്ങിച്ചില്ലെങ്കിൽ ഈ ആ ഷെയറോ ഡിബഞ്ചറോ ആര് വാങ്ങിക്കാണ്? ബാങ്ക് വാങ്ങിക്കണം. പർച്ചേസ് ആൻഡ് സെൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഇഷ്യൂ ക്രെഡിറ്റ് കാർഡ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് കൊടുക്കും. ആൻഡ് കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദി ട്രേഡിനും കൊമേഴ്സും മണിയും ബാങ്കിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസും കളക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ 8 ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസാണ് കൊമേഴ്ഷ്യൽ ചെയ്യാറ്. അപ്പാർട്ട് ഫ്രം ദിസ്, ഇതുവരെയുള്ള നിങ്ങൾക്ക് ഇതാണ് കണ്ടിട്ടുണ്ടാവുള്ളൂ നിങ്ങൾ ബാക്കി എല്ലാ ബുക്കുകളിലും. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ കൺവെൻഷൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രൈമറി ഫങ്ഷനും സെക്കൻഡറി ഫങ്ഷനും പറയും. അല്ലെങ്കിൽ പ്രൈമറി ഫങ്ഷനിൽ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്സെപ്റ്റിൻ്റെ ഇപ്പോൾ എത്ര ഡെപ്പോസിറ്റ് ഉണ്ട്? അവിടെ 5 ഡെപ്പോസിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ 7 അഡ്വാൻസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിംഗ് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞത്. ഇൻവെസ്റ്റിംഗ് ഫണ്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വളരെ നിർബന്ധമാണ്, അവർ ഷെയർ ഗവൺമെൻറ് ഫണ്ട്സ് വാങ്ങിക്കണം എന്നാണ് ഇൻവെസ്റ്റിംഗ് ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്രെഡിറ്റ് ക്രിയേഷനാണ്. നമുക്കറിയാം ബാങ്ക് എങ്ങനെ ക്രെഡിറ്റ് ഉണ്ടാക്കുക, അതായത് ഡെപ്പോസിറ്റ് വാങ്ങിച്ചാൽ ഒരു പാട്ട് കസ്റ്റമേഴ്സിന് ലോണായി കൊടുക്കുന്നു. ദെൻ സെക്കൻഡറി ഫങ്ഷൻസാണ് ഏജൻസി സർവീസസ്. അതിൽ കുറേ സർവീസസിന് കാര്യം പറഞ്ഞു. ഇന്നലെ 7 സർവീസസ് പറഞ്ഞു. കളക്ഷനും സ്റ്റാൻഡിങ് ഓർഡറും സെയിൽ ഓഫ് സെക്യൂരിറ്റീസും ട്രസ്റ്റിയും, അതുപോലെ തന്നെ ഡിവിഡൻഡ് കളക്ഷൻസും കറസ്പോണ്ടൻസും ട്രാൻസ്ഫർ ഓഫ് മണി പറഞ്ഞു. ഇതില്ല ഇന്നൊവേറ്റീവ്, അങ്ങനെ മോഡേൺ ഫങ്ഷനാണ്. ഈ മോഡേൺ ഫങ്ഷൻ എല്ലാം അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ബാങ്കിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെറുതെ ATM, ഓട്ടോമാറ്റിക് ടെലിവിഷൻ കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നു, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, മെയിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ, മൊബൈൽ ബാങ്കിങ്, ടെലിഫോൺ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ്, സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിലേറ്റഡ് ഇലക്ട്രോണിക് ബാങ്കിങ്, അത് ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം, EFT, RTGS, ഇത്രയും ഫങ്ഷൻസും മോഡേൺ ബാങ്കിങ് ചെയ്യുന്നുണ്ട്. ഈ 11 ഫങ്ഷനെ കുറിച്ചും നമ്മൾ ഈ ബാങ്കിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.